നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണുന്ന ശ്രീകൃഷ്ണ കോളേജിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. CCTVയിൽ രാവിലെ 8 മണി മുതൽ ഇടവേളകളില്ലാതെ തത്സമയ വാർത്താ ബുള്ളറ്റിൻ. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പീടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ ഗുരുവായൂർ പോലീസ് പിടികൂടി. 50-ൽ പരം മോഷണ കേസുകളിൽ പ്രതിയും പോലീസിന്റെ തീരാ തലവേദനയുമായ വാടാനപ്പള്ളി രായമരയ്ക്കാവ് വീട്ടിൽ സുഹൈൽ എന്ന ഓട്ടോ സുഹൈലിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഗുരുവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 243 വിവാഹങ്ങൾ. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ക്ഷേത്രത്തിൽ വൻ ജനപ്രവാഹം. പുന്നൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ആലാപാലം ആധുനിക വാതക ശ്മശാനം LDF ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അകാരണമായി അടച്ചുപൂട്ടിയ ശ്മശാനം എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. വിശദമായ വാർത്തയിലേക്ക്. ആകാംക്ഷയുടെ കൊടുമുടിയിൽ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ തപാൽ വോട്ടുകളും തുടർന്ന് EVM-ലെ വോട്ടുകളും എണ്ണും. 8:30 മുതൽ തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ യു ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടെന്റേറ്റീവായിട്ട് പറയാനുള്ള ഒരു വോട്ടിംഗ് ശതമാനം 79.70% ആണ്. ആൻഡ് ഫൈനൽ കൗണ്ട് ECIയുടെ ഇൻഡെക്സ് കാർഡ് അവസാനത്ത് നമ്മൾ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് അത് സാധാരണ 48 hours ആഫ്റ്റർ കൗണ്ടിംഗ് നമ്മൾ പ്രഖ്യാപിക്കും. ഓരോരോ അസംബ്ലി മണ്ഡലത്തിന് ഓരോ കൗണ്ടിംഗ് ഒബ്സർവേഴ്സ് ഉണ്ടാവും. ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഓൾ ഇന്ത്യ സർവീസസിലെ ഓഫീസർ. നാളെ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുന്നത്. വോട്ടെണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്ക് 32,031 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡ് ഉള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. EVM 8:30 ശേഷമായിരിക്കും എണ്ണിത്തുടങ്ങുക. എല്ലാ സംശയങ്ങളും തീർത്ത ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർഭരണം കിട്ടുമെന്ന് LDFും കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തുമെന്ന് UDF കണക്കുകൂട്ടുന്നു. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നു. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുകയാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി CCTVയിലൂടെ അറിയാം. വോട്ടെണ്ണുന്ന തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ പ്രത്യേക തത്സമയ വാർത്താ ബുള്ളറ്റിൻ ഉണ്ടാകും. നാടിന്റെ സ്പന്ദനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് മികവിന്റെ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന CCTVയിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ അനുനിമിഷമുള്ള വിശദാംശങ്ങളും പ്രിയ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 16ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ശ്രീകൃഷ്ണ കോളേജിൽ മണലൂർ, ഗുരുവായൂർ, കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. ജൂബിലി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കൌണ്ടിംഗ് സ്റ്റേഷനുകളിൽ മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെയും മിനി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെയും വോട്ടുകളാണ് കൌണ്ടിംഗ് നടത്തുക. 3 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണുന്നതിന് 60 ടേബിളുകളാണ് ആകെ സജ്ജമാക്കിയിട്ടുള്ളത്. ഒരു മണ്ഡലത്തിൽ 20 ടേബിളുകളാണ് ഉണ്ടാവുക. ഇതിൽ 14 എണ്ണം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണുന്നതിനും 6 എണ്ണം പോസ്റ്റൽ വോട്ടുകളും മുതിർന്ന പൌരന്മാരുടെ വീടുകളിലെത്തി രേഖപ്പെടുത്തിയ വോട്ടുകളും ഉൾപ്പെടെയുള്ളവ എണ്ണുന്നതിനാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. തുടർന്ന് 8:30യോടെയാണ് മെഷീനുകളിലെ വോട്ട് എണ്ണുന്നതിന് തുടക്കമാവുക. വോട്ട് എണ്ണി തുടങ്ങിയാൽ 9 മണിയോടെയാണ് കൃത്യവും വ്യക്തവുമായ ആദ്യ ബലസൂചനകൾ പുറത്തുവന്നു തുടങ്ങുക. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് ബലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. വോട്ടെണ്ണുന്നതിന് വിവിധ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ 7 മണിക്ക് മുൻപായി തന്നെ കൌണ്ടിംഗ് സ്റ്റേഷനുകളിൽ എത്തേണ്ടതുണ്ട്. ഏപ്രിൽ 9 നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം കോളേജിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ രാവിലെ കൌണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കും. മണലൂർ നിയോജക മണ്ഡലത്തിൽ 235 ബൂത്തുകളാണുള്ളത്. ഇവിടെ 73.27% വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. ഗുരുവായൂരിൽ 70.35% വോട്ടാണ് 232 ബൂത്തുകളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംകുളത്ത് 206 ബൂത്തുകളിലായി 74.08% വോട്ടും രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 1 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. LDF തുടരുമെന്നോ UDF പടരുമെന്നോ താമര വിരിയുമെന്നോ അറിയാൻ ഇനിയുള്ളത് ചെറിയൊരു ഇടവേളയിലെ കാത്തിരിപ്പ് മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് അധികാരത്തിൽ വരുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും UDFന് അനുകൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശമംഗലം തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ UDFന് അധികാര സാധ്യതയാണ് കാണിക്കുന്നത്. ഇടതുപക്ഷ ദുർഭരണത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് തീർച്ചയായും UDFനെ അധികാരത്തിലേറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു പിന്നാലെ 5-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തൽ തിരുവനന്തപുരത്ത് തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഫലം വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും എന്നായിരുന്നു തങ്ങളുടെ മറുപടി. ഒരു സർക്കാർ വിരുദ്ധ ഒരു വികാരം ഇവിടെ പ്രകടമാവും എന്നതിൽ യാതൊരു വിഷയമില്ല. ഇതെല്ലാം കേരളം ഒരു യുഗത്തിലേക്ക് പോകണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം. ആ മാറ്റങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ജനങ്ങൾ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. UDF വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു പ്രവചനം ഒന്നും ശരിയല്ല, 5-ാം തീയതി എല്ലാവിധ തയ്യാറെടുപ്പോടെയുള്ള മന്ത്രിസഭ യോഗം കൂടാതെ സത്യപ്രതിജ്ഞയിലെ പന്തലെല്ലാം ഒരുക്കിയിരിക്കുന്നു. അതിനെപ്പറ്റി എന്താണ് അങ്ങേക്ക് പറയണത്? റിസൾട്ട് വന്നാൽ മനസ്സിലാവുമല്ലോ. വന്ന് അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പട്ടാമ്പി മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിൽ മുന്നണി സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ മികച്ച പോളിംഗ് ആരെ തുണയ്ക്കുമെന്നതും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ 3-ാം തവണയും മണ്ഡലത്തിൽ ജനവിധി തേടിയത്. കൈവിട്ട പട്ടാമ്പി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ദൗത്യവുമായാണ് UDF സ്ഥാനാർത്ഥി TP ഷാജി കളത്തിൽ നിറഞ്ഞത്. പട്ടാമ്പിൽ ഒരു മാറ്റം ലക്ഷ്യമിട്ടായിരുന്നു NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P മനോജും രംഗത്തുണ്ടായിരുന്നത്. ശുഭപ്രതീക്ഷയിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥികളുടെ പ്രചരണവും മണ്ഡലത്തിൽ ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു. വാദപ്രതിവാദങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല. 79% മണ്ഡലത്തിലെ പോളിംഗ്. 2021 2% പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. 2,10,790 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 1,67,452 പേരാണ് പോള് രേഖപ്പെടുത്തിയത്. 2021 1,94,989 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1,51,909 പേർ വോട്ട് രേഖപ്പെടുത്തി. 77.91 വോട്ടിംഗ് ശതമാനം.
17,974 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2021 LDF സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് മുഹ്സിൻ വിജയിച്ചത്. ഭൂരിപക്ഷം കുറഞ്ഞാലും ഇത്തവണയും മണ്ഡലം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF. എന്നാൽ ഭരണം UDFന്റെ കൈകളിലേക്ക് എത്താനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് UDFന്റെ വിലയിരുത്തൽ. കൂട്ടലുകളും കുറയ്ക്കലുകളുമെല്ലാം ഇനി മണിക്കൂറുകൾ മാത്രം. അന്തിമ ജനവിധിക്കായി കാതോർക്കുകയാണ് പട്ടാമ്പിക്കാരും. തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ തലയിൽ ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എരുമപ്പെട്ടി കുട്ടഞ്ചേരി സ്വദേശി രാകേഷ്. ചെത്ത് തൊഴിലാളിയാണ് രാകേഷ്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയം പ്രതീക്ഷിച്ചാണ് ആഘോഷത്തിനായി തലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളപ്പെടുത്തിയത്. രാകേഷിന്റെ ആവേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പിടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 ഫൊറോന പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. രാവിലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു അബു താഹിർ. റോഡരികിലൂടെ നടക്കുമ്പോൾ പുറകിലൂടെ അമിത വേഗത്തിൽ വന്ന ഇന്നോവ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റിയ അബു താഹിറിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ PROയാണ് അബു താഹിർ. കഴുമല്ലൂർ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ ഗുരുവായൂർ പോലീസ് പിടികൂടി. 50-ൽ പരം മോഷണ കേസുകളിൽ പ്രതിയും പോലീസിന്റെ തീരാ തലവേദനയുമായ വാടാനപ്പള്ളി രായമരക്കാർ വീട്ടിൽ സുഹൈൽ എന്ന ഓട്ടോ സുഹൈലിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഗുരുവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി ഗുരുവായൂർ കഴുമല്ലൂർ ക്ഷേത്രത്തിലെ ഓഫീസ് റൂം കുത്തിത്തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ദേവിക്ക് വഴിപാടായി ലഭിച്ച 7 പവൻ സ്വർണ്ണാഭരണങ്ങളും 1,20,000 രൂപയും കവർച്ച ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഗുരുവായൂർ പോലീസും സംയുക്തമായി അന്വേഷണം നടത്തുകയും ക്ഷേത്രത്തിന് പരിസരത്തുള്ള CCTV ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. സമാനമായ കുറ്റകൃത്യം ചെയ്ത 50-ൽ പരം കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്തുകയും സമീപകാലത്തായി വിവിധ ജയിലുകളിൽ നിന്നും ഇറങ്ങിയ കുറ്റവാളികളുടെ വിവരങ്ങളും ശേഖരിച്ച് അന്വേഷണം നടത്തി. തുടർന്ന് പോലീസിന് സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് സുഹൈലിനെ പൊന്നാനിയിൽ നിന്ന് പിടികൂടിയത്. 50-ൽ കൂടുതൽ മോഷണക്കേസുകളിൽ പ്രതിയായിട്ടുള്ള സുഹൈലിന് ജില്ലയിലെ 10ഓളം പോലീസ് സ്റ്റേഷനുകളിൽ മോഷണക്കേസുകൾ നിലവിലുണ്ട്. സമീപകാലങ്ങളിൽ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റും നടന്ന മോഷണക്കേസുകളിൽ ഇയാൾക്ക് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. മോഷ്ടിച്ച പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന ഇയാൾ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ വർഷം ഒരു വ്യവസായിയുടെ വീട്ടിൽ നിന്നും 500 പവൻ കവർച്ച ചെയ്തുകൊണ്ടുപോയ കേസിലും പ്രതിയാണ്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സേതു, ഗുരുവായൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് എന്നിവരും ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ വേണുഗോപാൽ, സബ് ഇൻസ്പെക്ടർ മഹേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ മനോജ്, ഉഷ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലാൽ ബഹദൂർ ജോസ്പോൾ, ജോമോൻ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റെജിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീബ, സിംസൺ, ശ്രീജിത്ത്, നൈജോൺ, അരുൺ എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിരലടയാളമോ മറ്റു തെളിവുകളോ അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ട പ്രതിക്ക് വില്ലനായത് CCTV. മോഷണം നടന്ന് 5 ദിവസത്തിനകം പ്രതിയെ പിടികൂടാനായത് ഗുരുവായൂർ പോലീസിന് പൊൻതൂവലായി. നാടിനെ നടുക്കിയ മോഷണം നടന്ന ശേഷം ഗുരുവായൂർ പോലീസ് ഇരുട്ടിൽ തപ്പാതെ മേഖലയിലെ CCTV ക്യാമറകൾ പരക്കെ പരിശോധിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ CCTV ഇല്ലാത്തതിനാൽ മേഖലയിലെ 50ഓളം CCTVകൾ പോലീസ് പരിശോധിച്ചു. ഇതിൽ പല ഭാഗങ്ങളിലൂടെ സ്കൂട്ടറിൽ പോകുന്ന സുഹൈലിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. മുഖവും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റും വ്യക്തമായിരുന്നില്ല. പൊന്നാനി വരെ പലയിടങ്ങളിൽ നിന്നായി പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ചു. സമാനമായ കുറ്റകൃത്യം ചെയ്ത 50-ലധികം പേരെ കേന്ദ്രീകരിച്ചും അടുത്തിടെ ജയിലിൽ നിന്നിറങ്ങിയവരെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് സുഹൈലിലായിരുന്നു. മോഷണം നടക്കുന്നതിന്റെ തലേന്ന് വൈകിട്ട് ക്ഷേത്രത്തിലെത്തി പരിസരം വീക്ഷിച്ചിരുന്നു. ക്ഷേത്രക്കുളം നിർമ്മാണം നടക്കുന്നതിനാൽ ഓഫീസിൽ പണം സൂക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചു. പിറ്റേന്ന് ക്ഷേത്രത്തിനു പുറകിലെ വഴിയിലൂടെ രാത്രി 1:30-യോടെയാണ് മോഷണം നടത്തിയത്. 3:30-യോടെ പുറത്തിറങ്ങി കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞ് മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടു. വിരലടയാളം പതിക്കാതിരിക്കാൻ കയ്യുറ ധരിച്ചിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് മോഷണത്തിനാവശ്യമായ ആയുധങ്ങളെടുത്തതും. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെട്ടെങ്കിലും
പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കൃത്യമായ കൈകളിൽ വിലങ്ങ് വീഴുകയായിരുന്നു. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ 243 വിവാഹങ്ങളാണ് നടന്നത്. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്ര പരിസരത്തേക്ക് വൻ ജനപ്രവാഹമാണ് ഉണ്ടായത്. 5 മണിയോടെ ക്ഷേത്രത്തിനു മുന്നിലെ 5 മണ്ഡപങ്ങളിലായി താലികെട്ട് തുടങ്ങി. 7 മണിയായപ്പോഴേക്കും 55 വിവാഹങ്ങൾ പൂർത്തിയായിരുന്നു. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത്. ഈ സമയത്ത് കിഴക്കേ നടയിലും പരിസരത്തും കാൽ കുത്താൻ ഇടമില്ലാത്ത വിധം ജനനിബിഡമായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും വിവാഹങ്ങൾ പൂർത്തിയായി. മേടത്തിലെ അനിഴം നാളായതിനാലാണ് വിവാഹത്തിരക്ക് വർദ്ധിക്കാൻ കാരണമായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഗുരുവായൂരപ്പന് മുന്നിൽ വരണമാല്യം ചാർത്താനെത്തി. വിവാഹ സംഘങ്ങൾക്കൊപ്പം ദർശനത്തിനെത്തിയ സാധാരണക്കാരായ ഭക്തരും കൂടിയായതോടെ ക്ഷേത്രനഗരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി. തിരക്ക് നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം അധികൃതരും ഏറെ പാടുപെട്ടു. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനം ഒരുക്കിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായത്. വിവാഹങ്ങളുടെ ആധിക്യം കണക്കിലെടുത്ത് മണ്ഡപങ്ങളിൽ ഓരോ വിവാഹവും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തി. ഇത്രയധികം വിവാഹങ്ങൾ നടന്നിട്ടും വലിയ തടസ്സങ്ങളില്ലാതെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിച്ചത് ദേവസ്വത്തിന്റെ ചിട്ടയായ പ്രവർത്തനത്തിന് തെളിവായി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാൾ ഭക്തിസാന്ദ്രമായി. രാവിലെ 6:15 നടന്ന തിരുകർമ്മങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കും വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പാലയൂർ സെന്റ് തോമസ് പ്രൊന ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് മുഖ്യ കാർമ്മികനായി. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. വൈകിട്ട് നടന്ന പാട്ടുകുർബാനയ്ക്ക് പുലക്കാട്ടുകര കർമ്മലമാതാ പള്ളി വികാരി ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് നാടകവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള കുർബാനയും വലിയ ഒപ്പീസും ഉണ്ടായിരിക്കും. വൈകിട്ട് വിശ്വാസ പരിശീലന ദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനവും കുട്ടികളുടെ കലാപരിപാടികളും നടക്കും. ക്ലേലിയ മദർ സുപ്പീരിയർ റോസ മരിയ, കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, സിൻഡോ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം LDF ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അകാരണമായി അടച്ചുപൂട്ടിയ ശ്മശാനം എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഭരണസമിതി നിർദ്ദേശിച്ച ജില്ലാതല ഉദ്യോഗസ്ഥ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ശ്മശാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്താനായില്ലെന്ന് ഉദ്യോഗസ്ഥ മേധാവികൾ പറഞ്ഞു. ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തരത്തിലുമുള്ള തടസ്സമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശ്മശാനം അകാരണമായി അടച്ചുപൂട്ടിയത് മൂലം 1.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഗ്രീൻ ബെൽറ്റ് ഉൾപ്പെടെയുള്ള ചെടികൾ പൂർണ്ണമായും ഉണങ്ങിയതായും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ശ്മശാനം അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തു. LDF പാർലമെന്ററി കമ്മിറ്റി ലീഡർ ബാബു മാസ്റ്റർ, ഷെഫിന മുനീർ, ഷൈബ ദിനേശൻ, ഷൈമജ നസീർ, ഫൗസിയ ഹാഷിം എന്നിവരടങ്ങിയ ജനപ്രതിനിധി സംഘമാണ് ശ്മശാനം സന്ദർശിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്ത് തല മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആനി വിനു, സിജി സാബു, സുവിത അജി, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല, ചാലിശ്ശേരി CHC ഹെൽത്ത് ഇൻസ്പെക്ടർ A ബാലചന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ P ജസീല, TP റാഷിദ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K രാജേഷ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പോൾ മാത്യു, പഞ്ചായത്ത് കോർഡിനേറ്റർ ഷഹന അലി, വ്യാപാരി വ്യവസായ സമിതി പ്രതിനിധി രാജൻ എന്നിവർ പങ്കെടുത്തു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാലിശ്ശേരി മെയിൻ റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ A ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി.
കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഇടയ സന്ദർശനം നടത്തി. രാവിലെ ദേവാലയത്തിലെത്തിയ സഹായമെത്രാനെ കൊടിമരത്തിന് സമീപത്ത് ഇടവക വിശ്വാസികൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മാർ ടോണി നീലങ്കാവിൽ കാർമ്മികനായി ദിവ്യബലിയും നടന്നു. സഹായമെത്രാന്റെ കാരുണ്യനിധിയിലേക്ക് ഇടവക വിശ്വാസികൾ കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് ഇടവക വിശ്വാസികൾക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം സഹായമെത്രാൻ പങ്കെടുത്തുകൊണ്ട് ഇടവക പൊതുയോഗം നടത്തി. ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകൾ, യുവജനങ്ങൾ, മതബോധന അധ്യാപകർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, കൈക്കാരന്മാർ തുടങ്ങിയവരുമായി സഹായമെത്രാൻ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഇടയ സന്ദർശനം പൂർത്തിയാക്കി മാർ ടോണി നീലങ്കാവിൽ മടങ്ങിയത്. വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, വിൻസെന്റ് ചുങ്കത്ത് എന്നിവർ ഇടയ സന്ദർശനവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരുമ്പിലാവ് മാർ ഒസ്താത്യോസ് ട്രെയിനിംഗ് കോളേജ്, IQAC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സഹയാത്ര മെയ് 6 മുതൽ 12 വരെ കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രശാന്ത് മാസ്റ്റർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ക്യാമ്പിന്റെ മുന്നോടിയായി കടവല്ലൂർ സ്കൂളിൽ സംഘാടക സമിതി രൂപീകരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI അധ്യക്ഷത വഹിച്ചു. MOTC മാനേജർ ഗ്രിഗറി P. ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റംഷിയ, 1-ാം വാർഡ് മെമ്പർ ബിന്ദു AP, 15-ാം വാർഡ് മെമ്പർ റസാഖ്, MPTA പ്രസിഡന്റ് ജാസ്മിൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദർശന, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ശ്രീകുട്ടൻ, MOTC സ്റ്റാഫ് സെക്രട്ടറി നിഷ, GTA അംഗം ഗോപിനാഥ് തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി രക്ഷാധികാരികളായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ഹസീന അഷ്റഫ്, ഗ്രിഗറി P. ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റംഷിയ, GTA വൈസ് പ്രസിഡന്റ് ഉല്ലാസ്, വാർഡ് മെമ്പർ ബിന്ദു AF, കൺവീനർ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI, ചെയർമാൻ അനാമിക, ഗോപിനാഥ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യുവത്വം ഗ്രാമത്തിന്റെ സമഗ്രതയ്ക്കായി എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടക്കും. ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ VC ബിനോജ് പദ്ധതി വിശദീകരിച്ചു. യോഗത്തിന് NSS പ്രോഗ്രാം ഓഫീസർ രാജി TK സ്വാഗതവും NSS സെക്രട്ടറി കൃഷ്ണേന്ദു നന്ദിയും പറഞ്ഞു. പഴുന്നാന സെന്റ് ജോസഫ് ദേവാലയത്തിലെ വാർഷിക തിരുനാൾ ഭക്തി നിർഭരമായ ശുശ്രൂഷകളോടെ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയൽ പുലിക്കോട്ടിൽ CMI മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോജർ വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ആന്റോ ലൂക്കാരൻ സഹകാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന വർണ്ണാഭമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം ഭക്തി നിർഭരമായി സമാപിച്ചു. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ആന്റോ ഉല്ലൂക്കാരൻ, ജനറൽ കൺവീനർ ബിജു കുര്യൻ തെക്കേക്കര, കൈക്കാരന്മാരായ ജെയ്സൺ C. ലൂയിസ്, അഖിൽ, ആന്റോ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. പാചകവാതക വില വർധനവ്. ഡിവൈഎഫ്ഐ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഷിനോസ് കരിക്കാട് നിർവഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം ഉല്ലാസ് തിപ്പിലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷാഫി കടവല്ലൂർ, ശ്രീജിത്ത് കൊരട്ടിക്കര, പ്രജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ കല്ലുംപുറം സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഫ്സൽ ആലുങ്ങൽ നന്ദിയും പറഞ്ഞു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും ഇടവക ദിനവും കുടുംബ സംഗമവും ആഘോഷിച്ചു. ഫാദർ സജയ് ജോസ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഇടവക ദിന സമ്മേളനത്തിൽ റവറന്റ് ഫാദർ ഗീവർഗീസ് ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. വികാരി ഫാദർ സജയ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സക്കറിയ ചീരൻ, ജൂലി പീറ്റർ, സെക്രട്ടറി സിഞ്ചു സജിൻ എന്നിവർ സംസാരിച്ചു. സൺഡേ സ്കൂൾ കേന്ദ്ര തല മത്സരങ്ങളിൽ വിജയികളായ ഹാനോക്ക്, ജാസ്മിൻ, എവ്ലിൻ എന്നിവരെ അനുമോദിച്ചു. നേർച്ചയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വികാരി ഫാദർ സജയ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി സിഞ്ചു സജിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കീഴിലുള്ള ചെറുതുരുത്തി സെന്റ് ജോർജ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം നേർച്ച വിതരണവും ഉണ്ടായിരുന്നു. രാത്രി ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ കുരിശുപള്ളിയിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ ഇടവക പള്ളിയിൽ കുർബാനയും
വൈകിട്ട് കുരിശുപള്ളിയിൽ നമസ്കാരവും തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയും നടന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, കുരിശുപള്ളി ഭാരവാഹികൾ എന്നിവർ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദൈവാലയത്തിൽ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് സാവിയോ ഹോം ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺസൺ പന്തപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. വിശുദ്ധരുടെ ജീവിത മാതൃകകൾ വിശ്വാസികൾ സ്വന്തം ജീവിതത്തിൽ പകർത്തണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ പ്രദക്ഷിണം നടന്നു. അയ്യമ്പറമ്പ് സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിന് വികാരി ഫാദർ പോൾ അറയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണത്തിനു ശേഷം രാത്രി 7-ന് ബീറ്റ്സ് ഓഫ് തൃശൂരിൻ്റെ ഗാനമേളയും അരങ്ങേറി. തിരുനാളിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച രാവിലെ 6:30-ന് ഇടവകയിലെ പരേതരായവർക്കായി പ്രത്യേക വിശുദ്ധ കുർബാന അർപ്പിക്കും. തിരുനാൾ ചടങ്ങുകൾക്ക് കൺവീനർ ഷാജു മേഞ്ചേരി, കൈക്കാരന്മാരായ ജോസി മണലിൽ, ചാർലി മണ്ടുമ്പാൽ, ബാസ്റ്റ്യൻ മണലിൽ എന്നിവർ നേതൃത്വം നൽകി. പാചകവാതക വില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പിലാവ് യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പരിപാടിയിൽ KU കബീർ അധ്യക്ഷത വഹിച്ചു. KHRA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. അലിയാർ, റിയാസ്, ജെറിൻ, ഷിബിൻ, അബൂബക്കർ, കമറുദ്ദീൻ, കാസിം, യൂസഫ്, ഷാഹുൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ടിക് ടാക് അഷ്റഫ് സ്വാഗതവും റാഷിദ് TK നന്ദിയും പറഞ്ഞു. സ്വതന്ത്ര പത്രപ്രവർത്തക ദിനമായ മെയ് 3-ന് മുതിർന്ന പത്രപ്രവർത്തകനായ ഉണ്ണികൃഷ്ണൻ കൂടോത്തിനെയും ഭാര്യ സരളയെയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവർട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അന്തിക്കാട്ടെ വീട്ടിലെത്തിയാണ് ഉണ്ണികൃഷ്ണൻ കൂടോത്തിനെ പൊന്നാട ചാർത്തി ആദരിച്ചത്. KJU സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസ് വാവേലി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായിരുന്നു. മേഖലാ ജോയിന്റ് സെക്രട്ടറി വിജോ ജോർജ് സംബന്ധിച്ചു. പാചകവാതക വില വർധനയ്ക്കെതിരെ CPI ഒരുമനിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഒരുമനിയൂർ പഞ്ചായത്ത് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AM സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. RK സജിൽ അധ്യക്ഷത വഹിച്ചു. ഗീതാ രാജൻ, EK ജോസ്, രാജേഷ് കൂർക്കപ്പറമ്പിൽ, നൈശ്യഷാം എന്നിവർ സംസാരിച്ചു. നാലു ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വൈലത്തൂർ താമരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശവും സമാപിച്ചു. കാലത്ത് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ഉപദേവതകൾക്കുള്ള ഒറ്റക്കലശം തുടങ്ങിയ വിശേഷാൽ പൂജകളുണ്ടായി. ക്ഷേത്രം തന്ത്രി മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ സഹകാർമ്മികനായി. തുടർന്ന് 11 മണിയോടെ ആരംഭിച്ച പ്രസാദകൂട്ടിൽ 1500 ആളുകൾ പങ്കെടുത്തു. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പ്രാദേശിക കമ്മിറ്റികളുടെ പൂരം വരവ്, എല്ലാ ദിവസവും വൈകിട്ട് അന്നദാനവും പ്രദേശവാസികളുടെയും വിവിധ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും കൂറ്റനാട് പ്രസ് ക്ലബ്ബും ചേർന്ന് മാധ്യമ സെമിനാറും പഠന ക്ലാസും നടത്തി. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സെമിനാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ശബ്ദമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കരുത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ജില്ലാ സെക്രട്ടറി KG സണ്ണിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി V സെയ്ദ് മുഖ്യാതിഥിയായി. മുതിർന്ന മാധ്യമ പ്രവർത്തകനും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ C മൂസ പെരിങ്ങോട് പഠന ക്ലാസ് നയിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ, KMPU സംസ്ഥാന സമിതി അംഗങ്ങളായ പ്രേംദാസ് പിടാവനൂർ, AC ഗീവർ ചാലിശ്ശേരി, മേഖലാ ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ഷിബിൻ കോക്കാട്, ട്രഷറർ മുഹമ്മദ് റഹീസ്, ജോയിന്റ് സെക്രട്ടറി മധു കൂറ്റനാട് മറ്റംഗങ്ങളും സംസാരിച്ചു. ജില്ലാ ട്രഷറർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം SM അൻവർ നന്ദിയും പറഞ്ഞു.
നിങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ, പത്രപ്രവർത്തകർ അവരിലേക്ക് എത്തിക്കുകയാണ്. അത് ഏറ്റവും സത്യസന്ധമായും ന്യായമായും അത്രയും നേരത്തെയും എത്തിക്കുക എന്നുള്ള ആ ചുമതലയാണ് ഇവിടെ പത്രപ്രവർത്തകർക്ക് നിർവഹിക്കാറുണ്ട്. കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിൽ വളരെ മാന്യമായാണ് ഈ സമൂഹത്തെ, ഈ പത്രപ്രവർത്തകനെ സമൂഹം കാണുന്നത്. എന്നാൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ചില വസ്തുതകൾ തമസ്കരിക്കുന്ന സ്ഥിതിയും നമ്മൾ കണ്ടുവരുന്നു. ചില താല്പര്യത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം. ചരമം പെരിങ്ങോട് ഷഹല ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന കണ്ണനായ്ക്കൽ പരേതനായ ചുമ്മാർ ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. സക്കറിയ, ഫാൻസി, ജെയ്സൺ, ബിജു എന്നിവർ മക്കളാണ്. പെരുമണ്ണൂർ പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന ചേരത്ത് വളപ്പിൽ മൊയ്തു നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച രാവിലെ കൂറ്റനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഖദീജ ഭാര്യയും ഷാമില, ഷക്കീല, ഷജീർ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നെഞ്ചിടിപ്പോടെ മുന്നണികൾ. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണുന്ന ശ്രീകൃഷ്ണ കോളേജിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. CCTVയിൽ രാവിലെ 8 മണി മുതൽ ഇടവേളയില്ലാതെ തത്സമയ വാർത്താ ബുള്ളറ്റിനുകൾ. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പിടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ. ഗുരുവായൂർ തൈക്കാട് കഴുമല്ലൂർ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ ഗുരുവായൂർ പോലീസ് പിടികൂടി. 50-ൽ പരം മോഷണ കേസുകളിൽ പ്രതിയും പോലീസിന്റെ തീരാ തലവേദനയുമായ വാടാനപ്പള്ളി രായമരക്കാർ വീട്ടിൽ സുഹൈൽ എന്ന ഓട്ടോ സുഹൈലിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ഗുരുവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 243 വിവാഹങ്ങൾ. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്രത്തിൽ വൻ ജനപ്രവാഹം. പുന്നൂർ പഞ്ചായത്ത് അടച്ചുപൂട്ടിയ ആലാപാലം ആധുനിക വാതക ശ്മശാനം LDF ജനപ്രതിനിധികൾ സന്ദർശിച്ചു. അകാരണമായി അടച്ചുപൂട്ടിയ ശ്മശാനം എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.